ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില വേർബ്സ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യാവുന്ന ചില വേർബ്സ്. ഈ വേർബ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട് എന്നാണ്. OUT, ഔട്ട്. ഈ 3 ലെറ്റേഴ്സിലാണ് ആ വാക്കുകളൊക്കെ, ആ വേർബ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഔട്ട് നമ്പർ എന്ന വേർബാണ്. ഔട്ട് നമ്പർ എന്താണ് ഇതിൻ്റെ മീനിങ്? നമ്പർ നമുക്കറിയാം, ഔട്ട് നമുക്കറിയാം. ഔട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ടു ബി ഗ്രേറ്റർ ഇൻ നമ്പർ ദാൻ സംതിങ് ഓർ സംവൺ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വിമൻ ഔട്ട് നമ്പേർഡ് മെൻ ഇൻ ദിസ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ സ്ത്രീകളായിരുന്നു കൂടുതൽ പുരുഷന്മാരെക്കാൾ. വിമൻ ഔട്ട് നമ്പേർഡ് മെൻ ഇൻ ദിസ് യൂണിവേഴ്സിറ്റി. പുരുഷന്മാരെക്കാൾ കൂടുതലാണ് സ്ത്രീകൾ. അതിൻ്റെ മീനിങ് ദേ ആർ മോർ ഇൻ നമ്പർ എന്നാണ്. നമ്പറിൽ കൂടുതലാണ്. ഔട്ട് ഗ്രോ. ഔട്ട് ഗ്രോ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഗ്രോ ചെയ്യുക എന്നല്ലേ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മുടെ സംസാരത്തിലൊക്കെ. ടു ഗ്രോ ടു ബിഗ് ഫോർ സംതിങ്. ഒരു കാര്യത്തിന് അതിനാവശ്യമുള്ളതിൽ കൂടുതൽ വലുതാവുക, അതാണ് ഔട്ട് ഗ്രോ. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവർക്ക് ആ ഡ്രസ്സ് ചെറുതാവും, ഇല്ലേ? പക്ഷെ നമ്മൾ പറയുക ഡ്രസ്സ് ചെറുതായി എന്നാണ്. പക്ഷേ കുട്ടികൾ വളർന്നു. ഡ്രസ്സിനേക്കാളും കുട്ടികൾ ആ ഡ്രസ്സിന് ഫിറ്റാവുന്നതിൽ കൂടുതൽ കുട്ടി അധികം വലുതായിപ്പോയി. അപ്പോൾ നമ്മൾ പറയുന്നതാണ് ഡ്രസ്സ് ചെറുതായി എന്ന്. അപ്പോൾ നമുക്ക് പറയാം കുട്ടികൾ ഔട്ട് ഗ്രോ ചെയ്തതാണ്. ദ ചൈൽഡ് ഹാസ് ഔട്ട് ഗ്രോൺ ഹിസ് ക്ലോത്ത്സ്. ആ ക്ലോത്ത്സ് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലല്ല വളർച്ച, കൂടുതൽ വളർന്നു. ദ ചൈൽഡ് ഹാസ് ഔട്ട് ഗ്രോൺ ഹിസ് ക്ലോത്ത്സ്. ഐ ഹാവ് ഔട്ട് ഗ്രോൺ ദിസ് ഷർട്ട്. ഈ ഷർട്ട് എനിക്ക് പാകമല്ലാത്ത തരത്തിൽ ഞാൻ വളർന്നു. വേറൊരു വാക്കാണ് ഔട്ട് ലിവ്. ഔട്ട് ലിവ്. ലിവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിക്കുക. ടു ലിവ് ലോങ്ങർ ദാൻ സംവൺ ഓർ സംതിങ്. ഷീ ഔട്ട് ലിവ്ഡ് ഹെർ ഹസ്ബൻഡ് ബൈ 10 years എന്ന് പറഞ്ഞാൽ അവളുടെ ഹസ്ബൻഡിനേക്കാളും ഒരു 10 years കൂടുതൽ അവൾ ജീവിച്ചു. ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞിട്ട് അവൾ എത്ര നാൾ ജീവിച്ചു? 10 years കൂടുതൽ ജീവിച്ചു. ഷീ ഔട്ട് ലിവ്ഡ് ഹെർ ഹസ്ബൻഡ് ബൈ 10 years. ഹി ഔട്ട് ലിവ്ഡ് ഓൾ ഹിസ് ഓൾഡ് ഫ്രണ്ട്സ്. ഹി ഔട്ട് ലിവ്ഡ്. അപ്പോൾ ഫ്രണ്ട്സ് ജീവിച്ച് അത് കഴിഞ്ഞിട്ടും അദ്ദേഹം ജീവിച്ചു. ഹി ഔട്ട് ലിവ്ഡ് ഓൾ ഹിസ് ഓൾഡ് ഫ്രണ്ട്സ്. ഔട്ട് ലിവ് എന്ന വേർബാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ കൂടുതൽ ജീവിക്കുക എന്നർത്ഥത്തിൽ. മറ്റൊന്നിനേക്കാളും കൂടുതലായി. ഔട്ട് പെർഫോം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഔട്ട് പെർഫോം. കൂടുതൽ നന്നായി പെർഫോം ചെയ്യുക. ഒരാളേക്കാൾ കൂടുതൽ നന്നായി പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊന്നിനേക്കാളും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. ടു ഡു ബെറ്റർ ദാൻ സംവൺ ഓർ സംതിങ്. അവർ ടീം ഔട്ട് പെർഫോംഡ് ഓൾ അതേഴ്സ്. ഞങ്ങളുടെ ടീം മറ്റുള്ളവരെക്കാൾ കൂടുതൽ നന്നായി പെർഫോം ചെയ്തു എന്നാണ്. അവർ ടീം ഔട്ട് പെർഫോംഡ് ഓൾ അതേഴ്സ്. മറ്റുള്ള ടീമിൻ്റെ പെർഫോമൻസിനേക്കാളുമൊക്കെ നന്നായിട്ട് ഞങ്ങൾ പെർഫോം ചെയ്തു എന്നാണ്. ദിസ് ഫോൺ ഔട്ട് പെർഫോംസ് ഓൾ അതർ പ്രീവിയസ് മോഡൽസ്. മറ്റുള്ള പ്രീവിയസ് ആയിട്ടുള്ള മുൻപ് ഇറങ്ങിയ മോഡൽസിനേക്കാളും ഒക്കെ നന്നായിട്ട് ഇത് പെർഫോം ചെയ്യുന്നു എന്നാണ്. ഔട്ട് വെയ്. വെയിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് നോക്കുക, വെയിറ്റ് എടുക്കുക എന്നൊക്കെ നമുക്കറിയാം. ഔട്ട് വെയ് എന്ന് പറഞ്ഞാൽ ടു ബി മോർ ഇമ്പോർട്ടൻറ്റ്, ഗ്രേറ്റർ ഓർ സ്ട്രോങ്ങർ ദാൻ സംതിങ് എൽസ്. ദ ബെനിഫിറ്റ്സ് ഔട്ട് വെയ് ദ റിസ്ക്സ്. ബെനിഫിറ്റ്സ് എന്നാൽ ഗുണങ്ങളൊക്കെ. അപ്പോൾ ദ ബെനിഫിറ്റ്സ് ഔട്ട് വെയ് ദ റിസ്ക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനകത്ത് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ റിസ്ക്കും ഉണ്ട്. പക്ഷേ റിസ്കിനേക്കാളും കൂടുതൽ അത് ഔട്ട് വെയ് ചെയ്യുകയാണ് ബെനിഫിറ്റ്സ്. അപ്പോൾ ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ റിസ്ക് നമുക്ക് കാര്യമാക്കേണ്ട, അതിനേക്കാളും ഒക്കെ ഗ്രേറ്റർ അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ സ്ട്രോങ്ങർ ആയിട്ടുള്ള കാര്യം ബെനിഫിറ്റ്സ് തന്നെയാണ് എന്നാണ്. ദ ബെനിഫിറ്റ്സ് ഔട്ട് വെയ് ദ റിസ്ക്സ്. ഔട്ട് ലാസ്റ്റ്. നമ്മൾ പറയാറുണ്ട് സാധാരണ ലാസ്റ്റ് ചെയ്യുക എന്ന്. ലാസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കൂടുതൽ ഡ്യൂറബിലിറ്റി ഉണ്ടാവുക, കുറേ നാളത് ഉപയോഗിക്കാൻ പറ്റുക. ദിസ് ഫോൺ ഔട്ട് ലാസ്റ്റ് ഓൾ അതേഴ്സ്. ഈ ഫോൺ എല്ലാ ഫോണിനേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഫോണിനെ വേറെ ഫോണുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ അതിനേക്കാളും ഒക്കെ
ഔട്ട് ലാസ്റ്റ് മീൻസ് കൂടുതൽ നാൾ നിലനിൽക്കുന്നത്, കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഔട്ട് സ്റ്റേ, സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ താമസിക്കുക, ഒരു സ്ഥലത്ത് പോയി കൂടുതൽ സമയം നിൽക്കുക, അതൊക്കെ സ്റ്റേ ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഔട്ട് സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ, ആവശ്യത്തിൽ കൂടുതൽ നിൽക്കുക. ഇപ്പോൾ നമ്മൾ ഒരാൾ ഡിന്നറിന് ക്ഷണിക്കുന്നു, നമ്മൾ ഡിന്നറിന് പോയി, അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും. ഓക്കെ, ഇന്ന സമയത്ത് വരിക, ഇന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോരുക എന്നത്. പക്ഷേ നമ്മൾ ആ തിരിച്ചു പോരേണ്ട സമയമായിട്ട് തിരിച്ചു പോരാതെ അവിടെ തന്നെ നിന്നാലോ, അതാണ് ഔട്ട് സ്റ്റേ. അത് ശരിയായ ഒരു കാര്യം അല്ല, അല്ലേ? ഔട്ട് സ്റ്റേ ചെയ്യുക എന്നതിനെ പറയുക. ഡോണ്ട് ഔട്ട് സ്റ്റേ യുവർ വെൽക്കം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും നല്ല കാര്യമല്ല. നമ്മളെ വെൽക്കം ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൊരു സമയമുണ്ടാവും, നമ്മൾ തിരിച്ചു പോരാനും അവർ ഉദ്ദേശിക്കുന്ന ഒരു സമയമുണ്ടാവും. അതുവരെയാണ് നമ്മൾ അവിടെ നിൽക്കേണ്ടത്. അതിൽ കൂടുതൽ നിൽക്കുമ്പോഴാണ് ഔട്ട് സ്റ്റേ എന്ന് പറയുന്നത്. ഡോണ്ട് ഔട്ട് സ്റ്റേ യുവർ വെൽക്കം. ഔട്ട് ഷൈൻ. ഔട്ട് ഷൈൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഷൈൻ ചെയ്യുക. ചില കാര്യങ്ങൾ കൊണ്ട്, ചില കഴിവുകൾ കൊണ്ട്, ചില ടാലൻറ്റുകൾ കൊണ്ടൊക്കെ ചില കുട്ടികൾ മറ്റുള്ളവരെ നിഷ്പ്രഭരാക്കി കളയാറുണ്ട്. അപ്പോൾ ഷീ ഔട്ട് ഷൈൻഡ് ഓൾ ഹെർ കൊളീഗ്സ്. അതായത് അവൾ വളരെ ടാലൻറ്റഡ് ആണ്, വളരെ ബ്രില്യൻ്റാണ്, അവൾ മറ്റുള്ളവരെയൊക്കെ നിഷ്പ്രഭരാക്കി കളഞ്ഞു. ഷീ ഔട്ട് ഷൈൻഡ് ഓൾ ഹെർ കൊളീഗ്സ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. ഇതൊക്കെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട.